മനുഷ്യനേതോ മനോജ്ഞനാമം, അവന്റെ രൂപം അതിലും മനോജ്ഞം, അവന്റെ ചിത്തിൽ പെടും വനത്തെ തെളിക്കിലെ പേരനുയോജ്യമാകുന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ നാമമാണ്. അവന്റെ രൂപം അതിനേക്കാൾ മനോഹരമാണ്. പക്ഷെ അവന്റെ ചിത്തിൽ, അവന്റെ മനസ്സിൽ പെടും വനത്തെ, ഇത്തരം ദുഷ്ചിന്തകളെ തുടച്ചു നീക്കുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യൻ എന്ന പദത്തിന് അർഹനാകൂ. എങ്ങനെയാണ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുക, ഇല്ലേ? അച്ഛൻ ഒരു ലേബർ ഇല്ലേ കേട്ടോ, എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. അത് അദ്ദേഹം ചെയ്ത മിസ്റ്റേക്ക് ആണത്. അങ്ങനെ ആളത് പറയാൻ പാടില്ലായിരുന്നു. ആ സ്ഥാനത്ത് മച്ചമ്പി ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് വേണ്ട, ഞാൻ മച്ചമ്പിയുടെ ഒരു സഹായം ചോദിക്കുന്നത്, മച്ചമ്പി ചെയ്യും. എത്രയോ പ്രാവശ്യം തന്നിരിക്കുന്നു. ചെയ്യുമല്ലോ? തന്നിട്ടുണ്ടല്ലോ ധാരാളം. അങ്ങനെയാണ് എനിക്ക് 1,000 രൂപ കിട്ടും. 1,000 രൂപ റോസ്മേരിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ. റോസ്മേരിക്ക് എന്ത് പറ്റി? റോസ്മേരിക്ക് ഇപ്പം മറ്റേ വരിസംഖ്യ കെട്ടേണ്ട പൈസ ഓനില്ലാത്തതിന് കൊടുക്കണമെന്നാണല്ലോ. എന്തെല്ലാം ലോക വിവരങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്നറിയാവോ? നീ രണ്ടാമത്തെ കഥ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയാളാ. നീ തിരിച്ചു വരാന്ന് പറഞ്ഞാണ്, നീ വന്നില്ല. തിരക്കില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. എവനൊന്ന് 1000 രൂപ. എന്തിന്? റോസ്മേരിക്ക് എന്തോ സുഖമില്ലാന്ന്. അല്ല, വരിസംഖ്യ ഇവിടെ സാറിന് ബാങ്കിന് വരിസംഖ്യ കെട്ടാൻ വേണ്ടിട്ടേ 1000 രൂപ കൊടുത്തേക്ക്. ഓഹോ, കഥ കേട്ടല്ലേ ഇരുന്ന്? അതുമായിട്ട് ബന്ധമില്ല. ബാബാ, സത്യം പറഞ്ഞാണ്ടല്ലോ, ജീവിക്കുന്ന പുണ്യാത്മാക്കൾ എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മച്ചമ്പിയായിട്ട് ജനിക്കാൻ സാധിച്ചതൊരു പുണ്യമായിട്ട്. പറഞ്ഞ പോലെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു മച്ചമ്പി?